ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലും സുഭിക്ഷ കേരളത്തിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോമിലേക്ക് ലീഗൽ കൗൺസിലറെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. LLBയും അഭിഭാഷക പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 10,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഒക്ടോബർ 31 രാവിലെ 10:30 മലപ്പുറം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് അങ്കണവാടികളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോന്നി ശിശുവികസന പദ്ധതി ഓഫീസിൻ്റെ പരിധിയിലുള്ള തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ വർക്കർമാരെയും ഹെൽപ്പർമാരെയും നിയമിക്കുന്നുണ്ട്. 18-നും 46-നും ഇടയിൽ പ്രായമുള്ള തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വനിതകളായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷയുടെ മാതൃക കോന്നി ശിശുവികസന പദ്ധതി ഓഫീസിലും തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ കോന്നി ശിശുവികസന പദ്ധതി ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗമോ ശിശുവികസന പദ്ധതി ഓഫീസ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട്, ഇളക്കൊള്ളൂർ PO, കോന്നി 689691 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 10 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ജില്ലയിലെ ICDS പട്ടണക്കാട് പ്രോജക്റ്റ് പരിധിയിൽ വരുന്ന ഏഴുപുന്ന, തുറവൂർ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിൽ വർക്കർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് പഞ്ചായത്തുകളിൽ സ്ഥിര താമസമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി വരുന്നത് 18-നും 46-നും മധ്യയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രായത്തിൽ നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. അങ്കണവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ പട്ടണക്കാട് ICDS പ്രോജക്റ്റ് ഓഫീസിൽ നവംബർ 8 വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതാണ്. നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. വിശദ വിവരങ്ങൾക്ക് പ്രോജക്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അടുത്തത് എറണാകുളം ജില്ലയിൽ സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി 2022-23 ഭാഗമായി പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് സംസ്ഥാന കാർഷിക സർവകലാശാലയിൽ നിന്നോ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ BFSc, അംഗീകൃത സർവകലാശാലയിൽ നിന്നും അക്വാകൾച്ചറിൽ ബിരുദാനന്തര ബിരുദം, അംഗീകൃത സർവകലാശാലയിൽ നിന്നും സുവോളജിയിലോ ഫിഷറീസ് വിഷയങ്ങളിലോ ബിരുദാനന്തര ബിരുദവും, സർക്കാർ വകുപ്പിലോ സ്ഥാപനങ്ങളിലോ അക്വാകൾച്ചർ സെക്ടറിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി വരുന്നത് 20 മുതൽ 56 വയസ്സ് വരെയാണ്. ശമ്പളം 30,000 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിലാസം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 27 രാവിലെ 10 മണിക്ക് എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് കോർപ്പറേഷനിലെ മൊകവൂർ, കുണ്ടൂപ്പറമ്പ്, കരുവശ്ശേരി പകൽ വീടുകളിലേക്ക് കെയർടേക്കർ കുക്ക് ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. കെയർടേക്കർ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ആണ്. ജെറിയാട്രിക് കൗൺസിലിംഗ് അധിക യോഗ്യതയായിട്ട് കണക്കാക്കുന്നതായിരിക്കും. പ്രായപരിധി വരുന്നത് 18 മുതൽ 46 വയസ്സ് വരെയാണ്. കുക്ക് പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 46 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 26-ന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ 2023-24 അധ്യയന വർഷത്തിൽ സുവോളജി, ബോട്ടണി വിഷയങ്ങളിലേക്കുള്ള ഗസ്റ്റ് അധ്യാപകരുടെ അഭിമുഖം ഒക്ടോബർ 26-ന് നടത്തുന്നുണ്ട്.
UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തവരുമായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഇവരുടെ അഭാവത്തിൽ 50% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയും പരിഗണിക്കും. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 26 രാവിലെ 10 മണിക്ക് സുവോളജി വിഷയത്തിൻ്റെയും 11:30 ബോട്ടണി വിഷയത്തിൻ്റെയും കൂടിക്കാഴ്ച നടക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിൽ ഈഴവ, ബില്ലവ, തീയ വിഭാഗത്തിന് സംബന്ധം ചെയ്തിട്ടുള്ള താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 28 നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. 7ാം ക്ലാസ് പാസ്, സാധുവായ LMV ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈഴവ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റ് സമുദായക്കാരെയും ഓപ്പൺ വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.